പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളുടെ മേൽ അതികഠിനമായി വ്യാധി ഉണ്ടാക്കും. യഹോവ ഇസ്രായേലുടെ മൃഗങ്ങൾക്കും മിസ്രയീമ്യരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വെക്കും. ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകുകയില്ല. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച സമയം കുറിച്ചിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു. മിസ്രയീമ്യരുടെ മൃഗങ്ങൾ എല്ലാം ചത്തു. ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. ഫറവോൻ ആളെ അയച്ചു. ഇസ്രായേലുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു. എങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ച് വാരുവീൻ. മോശ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതറട്ടെ. അത് മിസ്രയീം ദേശത്ത് എല്ലായിടവും ധൂളിയായി പാറി മിസ്രയീം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാക്കുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോന്റെ മുമ്പാകെ നിന്നു. മോശ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു. പരുനിമിത്തം മന്ത്രവാദികൾക്കും മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. മന്ത്രവാദികൾക്കും എല്ലാ മിസ്രയീമ്യർക്കും ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തതുപോലെ അവൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചു, നീ നന്നായി രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. സർവഭൂമിയിലും എന്നെ പോലെ മറ്റൊരുത്തരുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എന്റെ ബാധകളൊക്കെയും നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും ഫറവോൻ യോസേഫിനോട് പറഞ്ഞത്, എന്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്ത് നിന്നു. അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും വിരൂപമായുമുള്ള വേറെ 7 പശു കയറി വന്നു. അത്ര വിരൂപമായവയെ ഞാൻ മിസ്രയീം ദേശത്ത് എങ്ങും കണ്ടിട്ടില്ല. എന്നാൽ മെലിഞ്ഞും വിരൂപമായുമുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ 7 പശുക്കളെ തിന്നുകളഞ്ഞു. അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ ചെന്ന് എന്ന് അറിവാനായില്ലായിരുന്നു. അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമായുള്ളവയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന 7 കതിർ പൊങ്ങി വന്നു. നേർത്ത കതിരുകൾ 7 നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു എന്ന് വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ. ഞാൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശുക്കൾ 7 സംവത്സരം നല്ല കതിരും 7 സംവത്സരം സ്വപ്നം ഒന്ന് തന്നെ. അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുള്ള 7 പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞും പതിരായുള്ള 7 കതിരും 7 സംവത്സരം. അവ ക്ഷാമമുള്ള 7 സംവത്സരമാകുന്നു. ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോനെ കാണിച്ചു തന്നിരിക്കുന്നു. അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത്. മിസ്രയീം ദേശത്ത് ഒക്കെയും സുഭിക്ഷമായ 7 സംവത്സരം വരും. അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള 7 സംവത്സരം വരും. അപ്പോൾ മിസ്രയീം ദേശത്ത് സുഭിക്ഷതയൊക്കെയും മറന്നിരിക്കും. ക്ഷാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും. പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കാൻ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും. ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന് മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കൊണ്ടുമാകുന്നു. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ മിസ്രയീം ദേശത്തിലെ വിളവിൽ 5-1 വാങ്ങണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രയീം ദേശത്ത്
ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായി ഇട്ടിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ചു നടക്കും. സിംഹാസനം മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈക്ക് ഇട്ടുകൊടുത്തു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സിരപ്പിളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിനെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെ മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസേഫിനോട്, ഞാൻ ഫറവോനാകുന്നു. നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്ത് എങ്ങും